മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചിട്ട് വിക്രം നേരെ എത്തുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. വിക്രമും ജോസഫും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഹോസ്പിറ്റലിൽ സജീവനുണ്ട്, പിന്നെ അനിയൻകുട്ടൻ്റെ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അനിയൻകുട്ടനെ കാണാൻ കയറിയിട്ടുണ്ട്, ICUലേക്ക് കാണാൻ കയറിയപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബെഡിൽ അനിയൻകുട്ടൻ്റെ അടുത്ത്. വിക്രം അടുത്ത് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഉണ്ടടാ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ ഭേദമാവട്ടോ വേഗം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല വിക്രമിന് അനിയൻകുട്ടനും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ അച്ഛനെ നോക്കിയിട്ട് അനിയൻകുട്ടനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഈ കടക്ക് ഞാൻ വീട്ടോടാ, നീ പേടിക്കണ്ട, ഒരു കടവും ഞാൻ ബാക്കി വെക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി അവനെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അച്ഛനും മുഖത്ത് നോക്കി പറയുമ്പോൾ അച്ഛൻ നോക്കുന്നൊന്നുമില്ല കേട്ടോ. അച്ഛൻ എന്താ വിക്രമിനോട് നേരത്തെ പെരുമാറിയതിന്റെ കുറ്റം പോലും ചിലപ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടാവും കേട്ടോ. അങ്ങനെ എന്നാ ശരി ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം എണീക്കുന്നുണ്ടോ. കുറച്ച് പൈസ എടുത്തിട്ട് വിക്രം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, വിക്രം നീ അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് അവന് അവിടെ ബെഡുമേ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കടം പറഞ്ഞിട്ട് ഇനി ഈ കടക്ക് ഇപ്പൊ ഇവിടെ വെച്ച് തീർന്നു, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കോ വെക്കാനോ ഒന്നും വേണ്ട, കൊടുക്കലും വാങ്ങലും ഒന്നും വേണ്ട വിക്രം. നീ പഴയ പോലെയല്ല, നിന്നെ വിശ്വസിച്ച് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് നീ ഓർക്കണം. നിന്റെ ജീവിതം പഴയ പോലെ ഒന്നല്ല, ഇതോടെ കഴിഞ്ഞു. എനിക്ക് ഇനി വർക്ക്ഷോപ്പത്തെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. എനിക്കൊരു 3 ചക്രമുള്ള സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ടറി വിറ്റോ എങ്ങനെയും എനിക്ക് ജീവിക്കാം. പഴയ പോലെ ഒന്നും അല്ല, ഇപ്പൊ ലോട്ടറി ഒക്കെ കുറെ പേര് എടുക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ നമ്മുടെ സർക്കാർ ഓരോ ബമ്പറും ഇറക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് കമ്മീഷന് കിട്ടി എനിക്ക് സുഖമായി ജീവിക്കാം. എന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇനി കൊടുക്കലും വാങ്ങലും ഒന്നും വേണ്ട. ഇനി ഇതിന് പകരം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നീ പിന്നെയും തിരിച്ചും ഇതിങ്ങനെ നീണ്ടു പോവുകയല്ലാതെ അതിനൊരു അവസാനം ഉണ്ടാവില്ല വിക്രം. എനിക്ക് വേണ്ടി നീ ഒന്നിനും ഇറങ്ങണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രത്തിന് അത് ചെയ്യുന്നതെന്ന് അനിയൻകുട്ടൻ പിന്തിരിക്കാൻ കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ബഹളം കേൾക്കുക. എന്റെ മോളെ പറഞ്ഞിട്ടൊരു സ്ത്രീ അലറി കരയുന്നത് കേൾക്കുമ്പോൾ അവര് പുറത്തേക്ക് ഇറക്കും കേട്ടോ. അപ്പോൾ ഒരു പെൺകുട്ടീനെ മുഖത്തൊക്കെ ആകെ മുറിയെ പൊള്ളലൊക്കെ ആച്ചിട്ട് സ്ട്രെച്ചറിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി കരഞ്ഞിട്ട് കൊണ്ടുവരുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട്, എന്നിട്ട് ICUലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളെ കണ്ടിട്ട് വിക്രമിന് നല്ല പരിചയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നിട്ട് നമ്മുടെ ഈസ്റ്റ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബാലൻസ് സാർ അല്ലേന്ന് ജോസഫിനോട് ചോദിക്കുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, അതെ സാർ ഇപ്പൊ റിട്ടയർഡ് ആയി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം അയാളുടെ അടുത്ത് പോയിട്ട് എന്താ സാർ എന്താ പറ്റിയത്, ആരാകത്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആളോ ആദ്യം ഒന്നും മിണ്ടാതെ മോളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ആളുടെ ഭാര്യ ഇരിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, അത് പൊള്ളലേറ്റതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലൻസ് സാർ. അപ്പം ഭാര്യ പറയുന്നുണ്ട്, പൊള്ളലേറ്റതല്ല പൊള്ളിച്ചതാണ്, അവന്മാരെല്ലാരും കൂടി എന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോ ബാലൻസ് സാർ പറയുന്നുണ്ട്, ശാരദ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ വിക്രം അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്താ ഉണ്ടായത്. ഒന്നുമില്ല വിക്രം, ആരോടെ ഞാൻ ഇതൊക്കെ പറയുന്നത്, എന്തിനാ വെറുതെ പ്രശ്നങ്ങള്. എന്റെ മോള് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുള്ളത്, അത് അങ്ങനെ ഇരുന്നോട്ടേന്ന്. ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഞാൻ എല്ലാരോടും പറഞ്ഞത്, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയാൻ. ശ്രീനിവാസൻ സാറിന് അറിയാമല്ലോ, സാറിനെ ഇവിടെ കണ്ടിട്ട് സാറിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ചോദിക്കാതെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ സാർ എന്നെ വെച്ചേക്കില്ല എന്ന് വിക്രം പറയാൻ കേട്ടോ. അപ്പൊ ഇയാള് പറയുന്നുണ്ട്, ഒന്നും വേണ്ട, ആരോടും ഞാനൊന്നും പറയുന്നില്ല, പറയേണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നതൊക്കെ കിട്ടി. മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോ ഈസ്റ്റ് സ്റ്റേഷനിലെ SI പറഞ്ഞത്, ഇനി അതെല്ലാരും വിളിച്ചു പറഞ്ഞിട്ട് തന്റെ ഭാര്യയും കൂടി ഇങ്ങനെ കിടക്കുന്നത് തനിക്ക് കാണണമെന്നാണ് ചോദിച്ചത്. അവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് എല്ലാവരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട്, സാറ് എന്താ ഉണ്ടായതെന്ന കാര്യം എന്നോട് പറയൂ, നമുക്ക് വഴി ഉണ്ടാക്കാനൊക്കെ വിക്രം സമാധാനിപ്പിച്ചപ്പോ ബാലൻസ് സാർ എന്തൊക്കെയോ കുറെ വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മളോട് കാണിക്കുന്നില്ല. കുറെ പറഞ്ഞു കഴിയുമ്പോ വിക്രമിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ICUയിൽ കയറുമ്പോ കുട്ടിയുടെ മുഖമൊക്കെ പകുതി പൊള്ളി ആകെ ഒരു വികൃതമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ വിക്രമിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. വിക്രം എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഇവര് ശ്രീനിവാസൻ സാറിന്റെ അടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മുടെ മുത്തശ്ശിയും വേദയും കൂടി അമ്പലത്തിൽ പോയിട്ട് ഒരു വിളക്ക് കത്തിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും
നല്ലത് മാത്രം നടക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വേദ കണ്ണ് തുറക്കുമ്പോൾ എന്താണ്, ആ വിളക്കിൽ തിരി മൊത്തം കെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് വേദയ്ക്ക് ഭയങ്കര വിഷമാവാനായിട്ട് മുത്തശ്ശിക്കും. അപ്പൊ എന്തോ വലുത് വരാനുണ്ട് എന്നുള്ളൊരു സൂചന ആയിട്ട് അവരതിനെ എടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ സാറിന്റെ അടുത്ത് ഇയാള് ബാലൻ സാർ ഇരിക്കുന്നുണ്ട്, വിക്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീനിവാസൻ സാറിന്റെ ഒപ്പമുള്ള അനുയായി വന്നിട്ട് പറയാണ്, വരുണാണ് MLA വാസുവിന്റെ മകൻ വരുണാണ് ബാലൻ സാറിന്റെ മകളെ ഇങ്ങനെ ആക്കിയത്, അവന്റെ കൂടെ അഭിലാഷം ഉണ്ടായിരുന്നു വന്നതെന്ന് പറയാണ് കേട്ടോ. ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, വിക്രം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് അവർ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് വന്നാൽ മതി എന്ന് മാത്രമാണ്. ഇനി അതല്ല, ബാലൻ സാറിന്റെ മോള് കിടക്കുന്ന പോലെ അവനൊരു ശ്വാസം കിട്ടാതെ മരണത്തിന് കാത്തു കിടക്കണം. ഇഞ്ചിഞ്ചായി അവനെ കൊല്ലണം. അവന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവൻ ഇഞ്ചിഞ്ചായി ചാവണം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തോ, ബാക്കി എന്താ വരുന്നത് വെച്ച് ഞാൻ നോക്കിക്കോളാം. ഇതിന്റെ പിറകെ എന്ത് കേസ് വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഇനി ഒരാൾക്കും ഈ ഗതി വരരുത് എന്ന് പറയാണ്, ഒരു മോൾക്കും ഈ ഗതി വരരുത് പറഞ്ഞിട്ട് വിക്രമിനോട് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം ഇവിടെ പോയി കണ്ടുപിടിച്ച് തല്ലി കൊല്ലാറാക്കുന്ന സീനാണ് കേട്ടോ. ഇവനെ ഒരു വീട്ടിൽ കയറിയിട്ട് തല്ലാൻ കയറുമ്പോൾ അവിടെ അഭിലാഷും വേറൊരാളും ഈ വരുണാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ വരുണിനെ തല്ലുന്നതിന് ബാക്കി രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു കേട്ടോ. വരുണിനെ പിന്നാലെ ഓടിയിട്ട് വിക്രം ഒരു മാർക്കറ്റിലിട്ട് തല്ലാണ് കേട്ടോ. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. തല്ലൽ കഴിഞ്ഞ് കാല് പിടിച്ച് തിരിച്ച് ഓടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഇരുമ്പ് വടി കൊണ്ട് അവനെ തല്ലി ചതക്കാറാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ തല്ലി ചതക്കാറാക്കുന്ന കാലൊക്കെ തല്ലി ഒടിക്കുന്നുണ്ട് ഇരുമ്പ് വടി കൊണ്ട്. അതാണ് വേദ കണ്ടുവരുന്നത്. വേദ ഓട്ടോയില് കണ്ടുവരുന്നത് ആ സീനാണ് കേട്ടോ. പിന്നെ ഒരു വലിയ കല്ലെടുത്തിട്ട് വിക്രം അവന്റെ മുഖത്ത് 2-3 വട്ടം കല്ലുകൊണ്ട് കുത്തുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ വേദ ആകെ തരിച്ചു പോവാണ് കേട്ടോ. വേദയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വിക്രം ആ റോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവനെ നോക്കിയിട്ട്. വേദാണിച്ച കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ആകെ ഇതായിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്നിട്ട് ആകെ ഡെസ്പായിട്ടിരിക്കണം. ഓട്ടോറിക്ഷക്കാരനൊക്കെ 500 രൂപയ്ക്കാണ് 100 രൂപയ്ക്ക് പകരം എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, എന്താ എവിടെ നോക്കിയിട്ട് പൈസ തരുന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ വേദ ഉള്ളിലേക്ക് കയറാതെ തിണ്ടത്തന്നെ ആകെ മരവിച്ചിരിക്കാൻ കേട്ടോ. അപ്പൊ വിക്രത്തിന്റെ അമ്മ വന്നിട്ട്, എന്താ മോളെ അച്ഛമ്മേനെ കണ്ടില്ല, അച്ഛമ്മ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ എന്താ നീ ആകെ പേടിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല അമ്മയെന്ന് പറയുമ്പോൾ കൈയൊക്കെ ആകെ വേർത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ അവളെ പനിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എന്താ നീ എന്തെങ്കിലും കണ്ട് പേടിച്ചു പനിക്കുന്നുണ്ടോന്ന് അമ്മ ചോദിക്കുമ്പോൾ വേദ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ആ കണ്ട കാര്യം ഇനി ഓർക്കാൻ എനിക്ക് തന്നെ വയ്യ, പിന്നെ ഞാൻ എങ്ങനെ അമ്മയോട് ഇത് പറയുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതിന്റെ മേലെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ആലോചിച്ച് അമ്മയ്ക്ക് ഉള്ള സമാധാനം കൂടി ഇല്ലാണ്ടാവുമല്ലോ എന്നൊക്കെ വേദ ആലോചിക്കുന്ന ആ സീനിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. പിന്നീട് പോലീസ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വിക്രത്തിന് എതിരെ മൊഴി നൽകാൻ സാക്ഷികളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിന്റെ പേരിലാണ് നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ ഞാൻ സാക്ഷി പറയാമെന്ന് പറയുന്ന സീനൊക്കെയാണ് പ്രമോല് കാണിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്